ഗെയ്സ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ? ലോങ് വീഡിയോ ആയിട്ട് കുറേ ദിവസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു കോളിഫ്ലവർ ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് നമുക്കൊരു 2 മിനിറ്റോളം ഇനി അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഊറ്റിയെടുത്ത് നമുക്ക് അതിൽ മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഞാൻ ഉപ്പും ചേർത്ത് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി പാനിലോട്ട് എണ്ണ ചൂടാകുമ്പം നമ്മൾ ചിക്കൻ നമ്മൾ ചെറിയ രീതിക്ക് ഫ്രൈ ആക്കത്തില്ലേ, അതുപോലെ നമുക്കിനി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കണം. സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇതിന് ഞാൻ 2 പച്ചമുളക് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ 3 ചെറിയ സവാളയും ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയാണ്. വെളുത്തുള്ളി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോപ്പറിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞില്ല. അപ്പോൾ ഇത് ചോപ്പറിൽ ഇട്ട് തക്കാളി അരിഞ്ഞാൽ വെള്ളം പോലെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. നമ്മുടെ കോളിഫ്ലവർ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാളയും വാട്ടിയെടുക്കാം. നല്ലതുപോലെ അതിന് വഴറ്റിയെടുക്കണം. അപ്പം അതിന് ചെറിയ തീയിലിട്ട് മാത്രമേ നമ്മൾ സവാള വഴറ്റിയെടുക്കാവൂ. അപ്പോൾ അത് ഫ്രൈ ആക്കി എല്ലാം എടുത്തിട്ടുണ്ട്. അടിപൊളിയായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണം വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട, ഷെയറും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് പെരുംജീരകം എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. പ്രത്യേകം ഒരു കാര്യമെന്ന് പറയുമ്പം ഇത് ചൂടുവെള്ളത്തിൽ ഒരു 2 മിനിറ്റോളം നമ്മൾ ഒന്ന് അവിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് തയ്യാറാക്കാവൂ. വെറും പച്ചയ്ക്ക് നമ്മളിത് ചെയ്യരുത്. എന്നാൽ ഇത് പെട്ടെന്ന് മൂക്കാനുള്ള സാധ്യതയില്ല. അപ്പം നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്താൽ മതിയാവും. അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക തന്നെ വേണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.